ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ലുലു മാളിൽ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മൾ ലുലു മാളിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അവരാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള സകലമായ സാധനങ്ങൾക്കും വേണ്ടി ഭയങ്കര കരച്ചിലാണ്. ആദ്യം തന്നെ ഇവിടെയുള്ള ടോയ്സിനൊക്കെ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ലാസ്റ്റ് 2 ബൈക്ക് വാങ്ങിയിട്ടാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒക്കെ സെക്ഷൻ. ഈ ഭാഗത്തുള്ള ഒരു കാറായിരുന്നു ആദ്യം അവൻ വേണമെന്ന് പറഞ്ഞത്. പിന്നെയാണ് ഈ ബൈക്ക് 2 കണ്ടത്. അപ്പോൾ ഈ ബൈക്ക് കണ്ടപ്പോൾ അവൻ ഈ ബൈക്ക് തന്നെ വേണം, അതും 1 അല്ല 2 തന്നെ വേണം. ഒരു ബൈക്കിന് 500 രൂപയാട്ടോ അവിടെ വരുന്നത്. അതുപോലത്തെ 2 ആദ്യക്കുട്ടൻ എടുത്തേ. നമ്മുടെ ചേച്ചി ആലപ്പുഴ കേട്ടോ വീട്. അപ്പോൾ അവിടെ കാലിക്കറ്റ് ലുലു മാൾ വന്നപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ചേച്ചി അവിടെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോയ സമയത്ത് അവിടെ ഒരുപാട് വെറൈറ്റി ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഫ്ലാറ്റ് എല്ലാവരും അപ്പം തന്നെ ഓരോ സെക്ഷനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. അവരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഗെയിം സെലക്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ആദ്യം ഇത് കളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാർഡ് എടുക്കണം. ഞങ്ങൾ 1200 രൂപേൻ്റെ കാർഡ് എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ കളിച്ചത്. കുട്ടികളൊക്കെ ഒരുപാട് നേരം ഹാപ്പി ആയിരുന്നു. അവർ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. അവരാദ്യം തന്നെ എല്ലാത്തിലും ഒന്ന് പോയി വെറുതെ കളിച്ച് നോക്കി. അതിന് ശേഷമാണ് നമ്മൾ കാർഡ് ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെയൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചാർജ്. ചിലതിൽ 60 രൂപ വരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കാർഡ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് കളിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു അസിസ്റ്റൻറ്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് അവരിത് ഗൈഡ് ചെയ്ത് തരും, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അവർ തന്നെ നമുക്കെല്ലാം സ്റ്റാർട്ടാക്കി തരും. പിന്നെ നമ്മൾ ജസ്റ്റ് കളിച്ചാൽ മാത്രം മതി. നമ്മുടെ ടൈം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാനും പറ്റും. ആദ്യമാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ പോയി തൊട്ട് ഇവിടെ പോയി തൊട്ട് അങ്ങനെ അടിച്ചൊക്കെ കളിച്ച് നടക്കുകയാണ് മൂപ്പര്. കൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. അവരിങ്ങനെ ഓരോന്നിലായിട്ട് കളിച്ച് അങ്ങനെ നടന്നോളും. ഒരു കാർഡ് എടുത്താൽ ആ കാർഡിൻ്റെ ചാർജ് കഴിയുന്നവരെ നമുക്ക് എല്ലാത്തിലും കയറാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കാർഡ് തന്നെ വേണ്ടി വരും. 700 രൂപേൻ്റെ കാർഡൊക്കെ പെട്ടെന്ന് കഴിയും. 1200 രൂപേൻ്റെ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1300 രൂപയ്ക്ക് വരെ നമുക്ക് കളിക്കാം. ഇതാണ് കിഡ്സിൻ്റെ മറ്റൊരു പ്ലേയിങ് ഏരിയ. ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ബേബീസിനെ ഇവിടെ ആക്കി കൊടുത്ത് പോയാൽ മതി, അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുട്ടീനെ ഇവിടുന്ന് പിക്ക് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവർ നമ്മുടെ നമ്പർ നോട്ട് ചെയ്യും. അപ്പോൾ അവരതിലേക്ക് വിളിച്ചറിയിച്ചോളും. ചേച്ചിയുടെ മോള് മീനുവിനെയും ആദികുട്ടനെയും കൂടി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാട്ടോ നമ്മൾ പോയിട്ടുള്ളത്. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് വരുന്നത്. 2 ആൾക്കും കൂടി 300 രൂപയാണ് നമ്മുടെ കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി നമ്മൾ പോയി തിരിച്ചു വരുന്ന കുട്ടീനെ വാങ്ങുന്നവരെ ഇവർ നോക്കിക്കോളും കുട്ടികളെ. ഇതെൻ്റെ നാത്തൂനാണ് ശരണ്യ, ആളൊരു ടീച്ചറാണ്. പിന്നെ ഇത് ചെറിയ സിസ്റ്റർ, ഇതാണ് ചേച്ചി, ഇത് ചേച്ചീൻ്റെ മക്കൾ.
ഇവരുടെ സ്റ്റാഫ് വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് കളിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ കളിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ തിരിച്ച് കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ബോൾ കൊണ്ടൊക്കെ എറിഞ്ഞൊക്കെ കളിക്കുകയായിരുന്നു. ലാസ്റ്റ് അവിടുത്തെ ആൻറ്റി വന്നിട്ട് ബോൾ എറിയരുത്, കുട്ടികളുടെ മേത്ത് പറ്റുമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് അവർ നിർത്തിയത്. അവരിങ്ങനെ ശ്രദ്ധിക്കുന്നതിനോണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിർത്തി പോകാം കുട്ടികളെ. മോനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചിന്തയേ ഇല്ലായിരുന്നു. വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ കുറേ നേരം വിളിച്ചു വാ പോവാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്. എല്ലാ കുട്ടികളെയും അവർ ഇതേപോലെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കും. അവരുടെ കയ്യിലുള്ള പുസ്തകത്തിൽ പേരും രക്ഷിതാവിൻ്റെ പേരും ഫോൺ നമ്പറും എല്ലാം എഴുതി വാങ്ങിക്കും. പിന്നെ ഷൂ അയച്ചു വെച്ചിട്ടാണ് അതിനകത്തേക്ക് കയറ്റുക. പിന്നെ അവർക്ക് കോൽമുട്ടായി വേണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കോൽമുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്തു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അവസാനം നമ്മൾ വിശന്ന് വലഞ്ഞതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലേക്ക് കയറി. നമ്മളെല്ലാവരും മന്തിയാണ് കേട്ടോ കഴിച്ചത്. ഈ സമയമായപ്പോഴത്തേന് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ താഴത്തേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. നമ്മൾ പുറത്തു നിന്നു. ചേച്ചിയും കുട്ടനും കൂടെ അകത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.